അപ്പൊ നമുക്ക് നോക്കാല്ലേ. ഇവിടുത്തെ നമ്പർ 1 റൗഡി എടുത്തിട്ടുണ്ട്, ഈരാളി. കേട്ടിട്ടുണ്ടോ? പോലീസിനോലും പേടിയാ. ഓടിക്കോ കീലേരി കീലേരി. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. മേയറെ പിന്തുണയ്ക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു എന്നൊരു പുതിയ കാര്യം കൂടി പുറത്തു വരുന്നത്. എനിക്കങ്ങ് ഇഷ്ടമായി. ദൈവമുണ്ട് ബേബിച്ചേട്ടാ, ദൈവമുണ്ട്. സച്ചിൻ ദേവ് വാഹനത്തിനകത്തേക്ക് കയറി എന്നുള്ളതാണ് ഇപ്പോൾ റഹീം സ്ഥിരീകരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നത്. കേരള സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഒരു കേസിന്റെ തെളിവുകളുമായിട്ടാണ് ഞാൻ ഇവിടെ ഇവിടെ ഏറ്റവും ഒടുവിൽ മേയറുടെ കാര്യത്തിൽ അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇത് അരുതാത്തതാണ്, ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്ക് വേണ്ടി തോന്നുന്നില്ല. അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ. എന്താ പറയുന്നത്? എന്താ തുപ്പുന്നത്? എന്താ വിസർജിക്കുന്നത്? ഞാൻ വരുന്ന വഴിക്ക് അവനോട് എന്റെ കണ്ണിപ്പെടാതെ നടന്നോളാൻ പറ. അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്ത് വിവരക്കേടും വിളിച്ച് പറയാമെന്നാണോ കേരളത്തിൽ? നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. എന്തേ ബാലുശ്ശേരി MLA-ക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമല്ലേ? അവരൊക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ്. ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ? അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം. നിരപരാധിയാണ്, 100% നിരപരാധിയാണ് യുവർ ഓണർ. ഈ സംഭവത്തിന്റെ ആദ്യ മണിക്കൂറുകൾ ഇടപെട്ട ഒരാളാണ്. നിരന്തരമായ പരിശീലനം ഇതിനാവശ്യം. ഏകാഗ്രത കൈവെടിയരുത്. മോഷണം ഒരു കലയാണ്, ശാസ്ത്രമാണ്, ശക്തിയല്ല ബുദ്ധിയാണ് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശീലം. ഒരു തെറ്റും ചെയ്യാത്തവരെ കുറെ നേരമായല്ലോ, എന്തൊരു ബോറാ. അവൻ കലാകാരനല്ലേ, കുറെ സമയം എടുക്കും. അങ്ങേയറ്റം അസഭ്യ വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത്. ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതാണ്. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്ത് കൂട്ടിയത്. അതെന്നെ ബേബിച്ചേട്ട ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണം. സാർ എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത്? ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാൻ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.